നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ ഇടവിട്ട് മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് വന്നിരുന്നു. പക്ഷേ കാര്യമായി എല്ലാ ജില്ലകളിലും മഴ എത്തിയിട്ടില്ലായിരുന്നു. ഇന്ന് ഇപ്പോൾ വന്നിട്ടുള്ള മുന്നറിയിപ്പിൽ പ്രധാനമായും വടക്കൻ ജില്ലകളിലാണ് നേരിയ മഴ ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 7 ജില്ലകളിലാണ് ഇന്ന് ഗ്രീൻ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം എന്നീ ജില്ലകളിലാണ് ഗ്രീൻ അലേർട്ട് നൽകിയിട്ടുള്ളത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പ്രത്യേക തടസ്സങ്ങളില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കടലിൽ വലിയ തോതിലുള്ള കാറ്റോ തിരമാലകളോ ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് സാധാരണ നിലയിൽ കടലിൽ പോകാവുന്നതാണ്. എങ്കിലും പ്രാദേശികമായ മാറ്റങ്ങൾ ശ്രദ്ധിക്കണമെന്നും അധികൃതർ സൂചിപ്പിച്ചു. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. മേഘങ്ങൾക്കിടയിലെ നെഗറ്റീവും പോസിറ്റീവുമായുള്ള കണങ്ങൾ തമ്മിൽ ഉരസുമ്പോഴാണ് ഇടിമിന്നൽ ഉണ്ടാകുന്നതെന്ന് പണ്ടേ പഠിച്ച കാര്യമാണ്. പക്ഷേ ഇടിമിന്നലിന്റെ കൃത്യമായ പാതയിലുള്ള സഞ്ചാരം മനസ്സിലാക്കാൻ അതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് കൂടി ആഴത്തിൽ വിശദീകരിക്കേണ്ടി വരും. മേഘങ്ങളിലുള്ള വൈരുദ്ധ്യ ചാർജുകൾ ഗ്രോപ്പൽ എന്ന് വിളിക്കുന്ന മഞ്ഞുകണങ്ങൾ അഥവാ ചെറിയ ആലിപ്പഴങ്ങളാൽ വേർതിരിക്കപ്പെട്ടവയാണ്. ഇങ്ങനെ വിവിധ മേഘങ്ങളിലായി ശേഖരിക്കപ്പെടുന്ന ചാർജുകൾ മേഘങ്ങൾക്കിടയിലോ മേഘങ്ങൾക്കും ഭൂമിക്കും ഇടയിലോ ദശലക്ഷക്കണക്കിന് വോൾട്ട് ശക്തിയുള്ള വൈദ്യുതിയായി രൂപപ്പെടാൻ ഇടയാക്കുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന വൈദ്യുതിക്ക് പുറത്തു കടക്കാനുള്ള പാതയാണ് ഇടിമിന്നലൊരുക്കുന്നത്. അനുകൂല സാഹചര്യങ്ങളിൽ മാത്രമേ ഇത് സംഭവിക്കൂ എന്നു മാത്രം. ഇടിമിന്നൽ സമയത്ത് സ്വീകരിക്കേണ്ട പ്രധാന നിർദ്ദേശങ്ങളുണ്ട്. അത് കൃത്യമായി പാലിച്ചില്ലെങ്കിൽ അത് ജനങ്ങൾക്ക് പലതരത്തിലുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്തും. നമ്മൾ വാർത്തകളിൽ കാണുന്നതാണ് ഇടിമിന്നലേറ്റ് ആളുകൾ മരണപ്പെടുന്ന വാർത്തകൾ. കാർമേഘം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നത് ഒഴിവാക്കുക. ജനലും വാതിലും പൂർണ്ണമായും അടച്ചിടുക. ഭിത്തിയിലോ തറയിലോ സ്പർശിച്ച് നേരിട്ട് ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുന്നത് അപകട സാധ്യത കുറയ്ക്കും. ഇടിമിന്നലുള്ളപ്പോൾ ലാൻഡ് ലൈൻ ടെലിഫോണുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് അപകടമില്ല. മരച്ചുവട്ടിൽ നിൽക്കുന്നതും വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുന്നതും ഒഴിവാക്കുക. ശക്തമായ കാറ്റിലും ഇടിമിന്നലിലും മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുണ്ട്. ജലാശയങ്ങളിൽ കുളിക്കുന്നതും മീൻ പിടിക്കുന്നതും ഇടിമിന്നൽ സമയത്ത് അടിയന്തരമായി നിർത്തണം. ജലാശയങ്ങൾക്ക് സമീപം നിൽക്കുന്നതും വലിയ അപകടത്തിന് കാരണമായേക്കാം. അന്തരീക്ഷം ഏകാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാറ് കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങുവാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം. പട്ടം പറത്തുന്നതും ഒഴിവാക്കുക. പകൽ മൂടിക്കെട്ടിയ അവസ്ഥയാണ് പലയിടത്തും അനുഭവപ്പെട്ടത്. അതേസമയം സംസ്ഥാനത്ത് ഇന്നലെയും വ്യാപകമായി മഴ പെയ്തിരുന്നു. മലയോര മേഖലകളിലെല്ലാം മണിക്കൂറുകൾ നിർത്താതെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഇന്നും നേരിയതോ മിതമായതോ ആയ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്
മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, പാലക്കാട്, അതുപോലെ കോഴിക്കോട്, ഇടുക്കി, പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് നേരിയ മഴ സാധ്യതയുള്ളത്. കേരളത്തോട് ചേർന്ന് കിടക്കുന്ന കർണാടകയിലും അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കർണാടകയിലെ പല ജില്ലകളിലും പെയ്ത കനത്ത മഴ കർഷകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. കാപ്പി, നെല്ല് കർഷകരാണ് ആശങ്കയിലായിരിക്കുന്നത്. ഉണക്കാനിട്ട നെല്ലും കാപ്പിക്കുരുവും മഴയിൽ നനഞ്ഞു. തൊഴിലാളികൾ കഠിന പ്രയത്നം ചെയ്ത് കാപ്പിയും നെല്ലും പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിച്ച് മൂടാൻ ശ്രമിച്ചെങ്കിലും പകുതിയിലധികം ഉൽപ്പന്നങ്ങളും മഴയിൽ നനഞ്ഞു. മഴ വീണ്ടും തുടർന്നാൽ മുഴുവൻ ഉൽപ്പന്നങ്ങളും നശിച്ചു പോകുമെന്ന ആശങ്കയിലാണ് കർഷകർ. വിളവെടുക്കാൻ പാകമായി നിൽക്കുന്ന കാപ്പിച്ചെടികൾ നശിച്ചു പോകുമെന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നു. അതുപോലെ തന്നെ പുഞ്ചക്കൊയ്ത്ത് ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ അപ്രതീക്ഷിത വേനൽ മഴ എത്തിയതും കുട്ടനാട്ടിലെ കർഷകരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. നെടുമുടി കൃഷിഭവന് കീഴിലെ കുരിശുപള്ളി പാടത്ത് കൊയ്ത്ത് ആരംഭിച്ചതിന് പിന്നാലെ രാമങ്കരി, വെളിയനാട്, കിടങ്ങറ, ചമ്പക്കുളം തുടങ്ങിയ പ്രദേശങ്ങളിലും മഴ ശക്തമായി. ഉച്ചയ്ക്ക് ആരംഭിച്ച മഴ 1 മണിക്കൂറിലേറെ നീണ്ടുനിന്നു. നെല്ല് വിളഞ്ഞു കിടക്കുന്ന മിക്ക പാടശേഖരങ്ങളിലും ഇത് ചെറിയ തോതിൽ വെള്ളക്കെട്ടിന് കാരണമായിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മറ്റു പാടശേഖരങ്ങളിലേക്ക് കൊയ്ത്ത് വ്യാപിക്കാനിരിക്കെയാണ് നനച്ചിരിക്കാതെ മഴയെത്തിയത്. എന്നാൽ കൊയ്ത്ത് പുരോഗമിക്കുന്ന കുരിശുപള്ളി പാടത്തും സമീപ പ്രദേശങ്ങളിലും മഴ ശക്തമാകാത്തത് കർഷകർക്ക് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. മഴ തുടർന്നാൽ ഇത്തവണത്തെ കൊയ്ത്ത് ആകെ താളം തെറ്റുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട്. മാനത്ത് മഴക്കാറ് കണ്ടാൽ ഈർപ്പത്തിന്റെ പേരിൽ അധിക കിഴിവ് ഈടാക്കുന്നത് മില്ലുകാരുടെ പതിവാണ്. മാത്രമല്ല, സംഭരിക്കുന്ന ഓരോ കിൻഡലിനും കൂടുതൽ തൂക്കം നെല്ല് ആവശ്യപ്പെടാനും തുടങ്ങും. കഴിഞ്ഞ കുറേ കാലമായി കർഷകർ അനുഭവിച്ചു വരുന്ന പ്രശ്നമാണിത്. ഇപ്രാവശ്യമെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയിരിക്കുന്നതിനിടെയാണ് മഴ തുടങ്ങിയത്. അതോടെ കർഷകർ വലിയ ആദിയിലാണ്. പകലും അധിക ചൂടാണ് അനുഭവപ്പെടുന്നത്. ഈ ഒരു വേളയിൽ ചില ജില്ലയിലുള്ള ആളുകൾ ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ അല്പം ചൂടിന് ആശ്വാസമാകുമെന്ന് കരുതിയിരിക്കുമ്പോഴും കർഷകരെ അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. പലയിടത്തും വിളവെടുപ്പ് സമയമാണ്. അത് ഈ ഒരു മഴ പെയ്യുമ്പോൾ, വേനൽ മഴ പെയ്യുമ്പോൾ കർഷകരെയാണ് അത് വലിയ നഷ്ടത്തിലേക്ക് തള്ളിവിടുന്നത്. ഏതായാലും ഈ ജില്ലകളിലെല്ലാം തന്നെ മഴ മുന്നറിയിപ്പുണ്ട്. പ്രത്യേകിച്ച് കടലിൽ പോകുന്നതിന് തടസ്സങ്ങളോ മറ്റോ ഇല്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ എപ്പോഴും ഇതിനെ നിസ്സാരവൽക്കരിക്കരുത്. ഇടിമിന്നൽ അപകടകാരികളാണെന്ന് അറിയാൻ കൃത്യമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഇടിമിന്നലുള്ള സമയത്ത് ജനങ്ങൾ പാലിക്കണം. അല്ലെങ്കിൽ അത് മരണം വിളിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും എന്നുള്ളത് കൂടി ഈ മുന്നറിയിപ്പിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്.